ഇഷ്ടപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ മാധ്യമപ്രവർത്തകർ ചോദിക്കാവൂ എന്ന് പറഞ്ഞാൽ അത് നടക്കില്ലെന്ന് ആദ്യമേ പറയട്ടെ. അതല്ല മാധ്യമപ്രവർത്തകരുടെ ജോലിയും. ജനം അറിയാൻ ആഗ്രഹിക്കുന്നത് ചോദിക്കുക തന്നെ ചെയ്യും. അതിനോട് എങ്ങനെ പ്രതികരിക്കാൻ പാടില്ലെന്നതിന്റെ ഉദാഹരണമാണ് ഇന്ന് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയുടെ മറുപടി. സിനിമാ സ്റ്റൈലിൽ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുന്ന സുരേഷ് ഗോപിയുടെ ശൈലിയും ഇന്നിത് ആദ്യമല്ല. ഇഷ്ടമല്ലാത്ത ചോദ്യമാണെങ്കിൽ, ഇഷ്ടമില്ലാത്ത മാധ്യമപ്രവർത്തകരാണെങ്കിൽ ഇത് പതിവ്. ജബൽപൂരിലെ സംഭവത്തിനെ ന്യായീകരിക്കുകയാണോ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ? ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ. ഏതാ ചാനൽ? ഏതാ ചാനൽ? ബെസ്റ്റ്. സൗകര്യമല്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. അതിന് വേറൊരു അക്ഷരം മാറ്റണം അതിനകത്ത്. ഇത് കണ്ടത് നമ്മളൊരു സിനിമയിൽ ഏതെങ്കിലും ഒരു രംഗം കണ്ടതല്ല. ഇന്ന് നമ്മുടെ കേന്ദ്രമന്ത്രി നടത്തിയിട്ടുള്ള പ്രതികരണം നമ്മൾ കണ്ടതാണ്. ലൈവായിട്ട് എല്ലാ ചാനലുകളിലും നമ്മൾ ആ സമയത്ത് കാണുകയും ചെയ്തിരുന്നു. അരുൺ ശങ്കർ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകും. അരുൺ, ഇവിടെ ഒരു സ്ഥാപനത്തിലെ മാധ്യമപ്രവർത്തകൻ ഏത് സ്ഥാപനമാണെന്ന് ചോദിക്കുന്നു. അദ്ദേഹം സ്ഥാപനത്തിന് കൈരളിയാണെന്ന് പറയുന്നു. ബാക്കിയുള്ള മാധ്യമപ്രവർത്തകർ കൈരളിയുടേതല്ല ചോദ്യം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ചോദ്യം ചോദിക്കുന്നവരല്ല മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത്. അത് പൊതുജനമാകെയും അവരുടെ ഉള്ളിൽ ഉയരുന്ന ചോദ്യം എന്തോ, ആശങ്കയെന്തോ, സംശയമെന്തോ അതൊക്കെയാണ് മാധ്യമപ്രവർത്തകരാൽ ജനപ്രതിനിധികളാണോ ആരോടാണോ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതാണ് ചോദ്യം ചെയ്യുന്നതും. ഇവിടെ ഇന്നിപ്പോൾ എന്താണ് നടന്നത്? എന്തായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ കണ്ട ഷോ? അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം പൗരൻ മാത്രമല്ല, അപ്പുറത്തേക്ക് നമ്മുടെ നാടിൻ്റെ ഒരു ജനപ്രതിനിധി കൂടിയാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയാം. അതിലൊന്നും ആരും തടസ്സം പറയുന്നില്ല. പക്ഷേ ആ പറയുന്ന രീതി, പരസ്പര ബഹുമാനം നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പരസ്പരം മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാതിരിക്കാം. അതൊക്കെ ആ മറുപടി പറയേണ്ട ആളുടെ തീരുമാനമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഷൗട്ട് ചെയ്യുക, നിങ്ങൾ ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പലപ്പോഴും അദ്ദേഹം അങ്ങനെ ചോദിക്കാറുണ്ട്, മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറാറുണ്ട്. നമ്മൾ ചോദ്യം ചോദിക്കുക എന്നതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാനില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് ചോദിക്കണമെന്ന് ആഗ്രഹമുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറയും ജനങ്ങൾക്ക് അത് അങ്ങനെ ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് ചോദിക്കാൻ തോന്നുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിൽ എന്തിന് അദ്ദേഹം ക്ഷുഭിതനാകുന്നു? ഇന്ന് തന്നെ അദ്ദേഹം ക്ഷുഭിതനായതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ജബൽപൂരിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെ ഉണ്ടായ ആക്രമണമാണ്. അത് സംബന്ധിച്ചുള്ള ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ആരാണ്, എന്താണ്, നിങ്ങൾ ആളറിഞ്ഞ് ചോദിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം അതിന് മറുപടി പറയേണ്ടതും കൂടിയാണ്. ഉത്തരവാദിത്തപ്പെട്ടതാണ്. ജനങ്ങളോട് ഉത്തരവാദിത്തം കാണിക്കേണ്ടത്. അദ്ദേഹം ഇനി പറയാം, ഞാൻ ജനങ്ങളോട് ഉത്തരവാദിത്തം കാണിച്ചെങ്കിൽ എനിക്ക് മാധ്യമപ്രവർത്തകരോട് ഉത്തരവാദിത്തം കാണിക്കേണ്ടതില്ലെന്ന്. അതിനകത്ത് പലപ്പോഴും മനസ്സിലുണ്ടായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് ഈ രാഷ്ട്രീയക്കാർ വന്നു നിന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ചാനലാണ്, നിങ്ങൾ അത് നോക്കട്ടെ, നിങ്ങൾ ആ ചാനലിൻ്റെ പേരും പറഞ്ഞിട്ട് വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. നമുക്ക് ഒരിക്കലും ഈ രാഷ്ട്രീയക്കാരെ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ അഴിമതി നടത്തിയതിൻ്റെ പേരിൽ എല്ലാ രാഷ്ട്രീയക്കാരെ അടച്ചാക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ നമ്മൾ ചെയ്യാൻ പോയിട്ടില്ല. ആരാണോ ഒരു അഴിമതി കാണിക്കുന്നത് അവരെയാണ് നമ്മൾ ചോദ്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു എന്താണ് ഈ നമ്മളെല്ലാം ശത്രുക്കളാണെന്നുള്ള രീതിയിൽ ജനങ്ങൾ വേറെ മാധ്യമങ്ങൾ വേറെ എന്ന തരത്തിലൊക്കെ ആക്കി തീർക്കാനാണ് ഈ ഇത്തരം രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നത്. സുരേഷ് ഗോപി ഇത് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തുവാണെന്ന് പോലും, എന്താണ് ഇങ്ങനെ ബിഹേവ് ചെയ്യാനുള്ള കാരണം അറിയില്ല. നമ്മൾ അദ്ദേഹത്തിനെ ശത്രുവായിട്ടുള്ള കാണുന്ന അദ്ദേഹം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. അത് മാത്രമല്ല ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മനസ്സിലെ ആരാധനാപാത്രമാണ് ഒരു നടനെന്ന നിലയിൽ. അപ്പോൾ അദ്ദേഹം വഹിക്കുന്ന ഉത്തരവാദിത്വമായി ബന്ധപ്പെട്ടിട്ടാണ് പല ചോദ്യങ്ങളും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് അദ്ദേഹത്തിന് മാന്യമായിട്ട് മറുപടി പറയാം. അവിടെ ഒരു സിനിമാ നടനാകണ്ടെങ്കിൽ സിനിമയിലൊരു കഥാപാത്രം വേണ്ട ഒരാവശ്യമില്ല. പലപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അദ്ദേഹം സിനിമ നടനായി മാറുന്നു, അല്ലെങ്കിൽ കഥാപാത്രമായി മാറുന്നു എന്നൊക്കെയാണ് തോന്നുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികരണമൊക്കെ.
എന്തായാലും നമുക്ക് അദ്ദേഹത്തിനോട് ഒരു തരത്തിലുള്ള ദേഷ്യമോ ഒന്നുമില്ല. അദ്ദേഹം ഒരു ജനപ്രതിനിധി എന്ന നിലയിലാണ് അല്ലെങ്കിൽ മന്ത്രി എന്ന നിലയിലാണ് ചോദ്യം ചോദിക്കുന്നത്. ഇന്ന് അവിടെ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നതാണ് അരുൺ ശങ്കറും. എന്തായാലും അത് ഇന്നെന്താണ് നടന്നതെന്നുള്ള കാര്യമാണ് നമ്മൾ കണ്ടത്. ഒരു സാധാരണ ചോദ്യം ചോദിച്ചതാണ്. ജബൽപൂരിൽ എന്ത് നടക്കുന്നു എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടിയാണത്. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ ജയരാജ് CPM സഹയാത്രിയാണ്. ഒപ്പം തന്നെ ശ്യാംരാജ് BJP പ്രവർത്തകൻ കൂടി നമുക്കൊപ്പം ഉണ്ട്. ആദ്യം ശ്രീ ശ്യാംരാജിലേക്കാണ്. ശ്യാംരാജ്, നോക്കൂ, ഇവിടെ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയോട് ചോദ്യം ചോദിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അരുണും പറഞ്ഞത്. കേന്ദ്രമന്ത്രിയോടാണ് ചോദ്യങ്ങൾ. ആ ചോദ്യം ചോദിക്കുന്ന ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ചോദ്യമല്ല. ജനങ്ങൾക്കാകെയുമുള്ള ആശങ്കകൾ, സംശയങ്ങളൊക്കെയാണ് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തത്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ ഈ തരത്തിൽ ആക്രോശിക്കുന്നതും ഇതാദ്യമല്ല. സാധാരണഗതിയിൽ നമ്മൾ കാണുന്നുണ്ട്, രാഷ്ട്രീയ നേതാക്കളൊക്കെ ക്ഷുഭിതരാകാറുണ്ട്. അവരെ ഒരുപക്ഷെ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് ഒരു തരത്തിലും ഇഷ്ടപ്പെടാത്ത മറുപടി പറയാറുമുണ്ട്. ഇതൊന്നും ആദ്യമല്ല. പക്ഷേ ഈ തരത്തിലുള്ള ആക്രോശം ഇത് സുരേഷ് ഗോപിയിൽ നിന്ന് ആവർത്തിച്ച് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ മൈക്കും ക്യാമറയും എല്ലാം കൂടെ കാണുമ്പോൾ ഇത് യാഥാർത്ഥ്യമല്ല എന്നുള്ള ബോധ്യം സംഭവിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണോ, അത് ഇതും സിനിമയാണെന്ന് വിചാരിച്ചു പോകണോ? എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത്? നോക്കൂ, ഞാനൊരു പൊതുപ്രവർത്തകനാണ്, താങ്കളൊരു മാധ്യമ പ്രവർത്തകയാണ്. എനിക്ക് കൊമ്പില്ല, താങ്കൾക്കും കൊമ്പില്ല. അത് നമ്മൾ രണ്ടുപേരും മനസ്സിലാക്കണം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക ഞങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ മാധ്യമങ്ങളെ സ്ഥിരം കാണുകയും നിങ്ങളൊക്കെ ആയിട്ട് സംവദിക്കുകയും ചെയ്യുന്ന ആളുകളാണല്ലോ. പലപ്പോഴും പൊതുജനങ്ങളിൽ നിന്ന് ഒരു പടി മുകളിലാണ് എന്ന് നിങ്ങൾ കുറച്ചു മുമ്പ് നിങ്ങളുടെ റിപ്പോർട്ട് പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാ മാധ്യമപ്രവർത്തകരെയും അടച്ചു പറയുന്നില്ല. ചില മാധ്യമപ്രവർത്തകരെങ്കിലും അങ്ങനെ വിചാരിക്കാറുണ്ട്. ഈ പൊതുപ്രവർത്തകരോ അല്ലെങ്കിൽ അവർ ചോദ്യം ചോദിക്കുന്ന ആളുകൾ എത്രത്തോളം മാന്യമായി പെരുമാറണോ അത്രത്തോളം മാന്യമായി പെരുമാറാൻ തന്നെ ചോദ്യം ചോദിക്കുന്ന ആളുകൾക്കും ബാധ്യതയുണ്ട്. അല്ലാതെ ഞങ്ങൾക്കെന്തും എങ്ങനെയും ചോദിക്കാം, പക്ഷെ നിങ്ങൾ വളരെ മാന്യമായിട്ടും സൗമ്യമായിട്ടും ഉത്തരം പറയണം എന്ന് കരുതാൻ പാടില്ല. ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് ആണ്. നമ്മൾ അങ്ങോട്ട് ബഹുമാനം കൊടുക്കണം, ഇങ്ങോട്ട് ബഹുമാനം കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കലാണ്. താങ്കൾ എന്നോട് എങ്ങനെയാണോ ചോദിച്ചത് ഏകദേശം അതേ ടോണിൽ തന്നെ വളരെ സൗമ്യമായിട്ടും വളരെ മാന്യമായിട്ടുമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിനൊരു മാറ്റം ഇനി ഈ ചർച്ചയുടെ അവസാനം ചിലപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും വേഗത കൂടും. കാരണം അത് ഒന്നുകിൽ ഞാൻ പറയുന്നതനുസരിച്ച് താങ്കളുടേതോ അല്ലെങ്കിൽ താങ്കൾ പറയുന്നതനുസരിച്ചിട്ട് എൻ്റെയോ വേഗത കൂടുന്നതാണ്. അത് ഈ വൈകുന്നേരത്തേക്ക് ചർച്ചകൾ നമുക്ക് കണ്ടാലും മനസ്സിലാകുമല്ലോ. ഓരോ വ്യക്തിയും എങ്ങനെയാണോ സംസാരിക്കുന്നത് അതിനനുസരിച്ചിട്ട് മാത്രമേ ഉത്തരം കിട്ടുകയുള്ളൂ. ഞാനും നിങ്ങൾ ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ അദ്ദേഹത്തിന് 8-9 മിനിറ്റ് ഞാൻ പറയട്ടെ, മര്യാദ കുറവ് അതാണ് അങ്ങ് കണ്ടത്. അതോടെ ഒന്ന് പറഞ്ഞിട്ട് നല്ലത്. അതിലോട്ടാണ് ഞാൻ വരുന്നത്. ഓക്കെ, ഞാൻ പറയാം. ഞാനും നിങ്ങൾ ഈ പറയുന്ന ഒരു 8-9 മിനിറ്റ് നീണ്ട അദ്ദേഹത്തിന്റെ മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള സംസാരം കണ്ടിരുന്നു. ആദ്യമൊക്കെ വളരെ സ്ലോ ആയിട്ട് വളരെ ശാന്തമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിൽ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഒന്നുകൂടെ വീഡിയോ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജബൽപൂരിനെ അംഗീകരിക്കുകയാണോ എന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഞാൻ പറയാം, ആ വ്യക്തിയെ കുറിച്ചിട്ടല്ല, അദ്ദേഹത്തിന്റെ ചാനലിനെ കുറിച്ചിട്ട്. ആ മാധ്യമ പ്രവർത്തകൻ ഒരു അല്പം ഒച്ച കൂട്ടി ചോദിക്കുന്ന സമയത്താണ് നിങ്ങൾ ആരാണെന്ന് തിരിച്ചു ചോദിക്കുന്നത്. അതിനുശേഷം ഇരുഭാഗത്തു നിന്നും അതിന് അവസാനമൊക്കെ മാധ്യമ പ്രവർത്തകർ, എനിക്കൊന്നും നിങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞു എന്ന് എനിക്കറിയില്ല, പക്ഷേ മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വലിയ ആക്രോശമാണ് ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങളൊന്ന് മറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇദ്ദേഹം അത് നിങ്ങൾ ഏതാണ് സ്ഥാപനം എന്ന് ചോദിക്കുന്നു, ആ സ്ഥാപനത്തിന്റെ പേര് പറയുന്നു, അതപ്പോൾ അതല്ലേ എന്ന് പറഞ്ഞു. പിന്നെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ കിടന്ന് ചിരിക്കുന്ന സമയത്ത് അതൊരാളുടെ ചോദ്യമല്ല, അത് ഞങ്ങളുടെ എല്ലാവരുടെയും ചോദ്യമാണെന്ന് മാധ്യമപ്രവർത്തകർ പറയുകയാണ്. ഞാൻ വേണം ഒന്നുകൂടെ പ്ലേ ചെയ്യാം, ഒന്നുകൂടെ നമുക്ക് വേണേ കേൾക്കാം, ഒന്നുകൂടെ പ്ലേ ചെയ്യാം. ജബൽപൂരിലെ സംഭവത്തിനെ ന്യായീകരിക്കുകയാണ്. ഞാനത് കേട്ടതാണെന്ന്, ഞാനിത് വരുന്നതിന് മുമ്പ് ഞാനിത് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ആരാണ്, നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ. ഏതാ ചാനൽ? ഏതാ ചാനൽ? ബെസ്റ്റ്. സൗകര്യമല്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ള അവസാന ഭാഗം എന്ന് പറയുന്നത്, ശ്യാംരാജ്. അതായത് നിങ്ങൾ ആരോടാണ് ചോദിക്കുന്നത്, ആരാണ് ചോദിക്കാൻ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. എവിടെയാണ് ഈ മാധ്യമപ്രവർത്തകർ ഇതിൽ ആക്രോശിച്ചത് മനസ്സിലാകുന്നില്ല. ഒന്നുകൂടെ പ്ലേ ചെയ്തതാണ്.
മാധ്യമപ്രവർത്തകർ പിന്നീട് ഒരുമിച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും ചോദ്യമാണെന്ന് പറയുക മാത്രമാണ് അവർ ചെയ്യുന്നത്. അല്ല, അതിന്റെ അവസാനം എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അതിന്റെ അവസാനം പറയുന്ന ടോൺ നോക്കൂ. എല്ലാവരും കൂടെ ഒരുമിച്ച് അദ്ദേഹത്തിനെതിരെ ആക്രോശിക്കുകയാണ്, അദ്ദേഹത്തിനെതിരെ ഒച്ചയെടുത്ത് സംസാരിക്കലാണ്. അത് എന്താണെങ്കിലും ഒറ്റപ്പെടുത്തുകയാണോ ചെയ്യേണ്ടത്? ഏത് സ്ഥാപനമാണെന്ന് ചോദ്യം ചെയ്യപ്പെട്ട ഒരാളോട് മാത്രം ചോദ്യം ചോദിക്കുമ്പോൾ അത് അയാളുടെ ചോദ്യമല്ല, ഞങ്ങളുടെ അതിലോട്ട് ഞാൻ വരാം. അതിന്റെ ഉത്തരത്തിലോട്ട് ഞാൻ വരാം. നോക്കൂ, അല്ല അതിന്റെ ഉത്തരത്തിലോട്ട് ഞാൻ വരാം. നോക്കൂ, നമ്മളൊക്കെ ചോറ് തിന്നുന്ന സാധാരണക്കാരായിട്ടുള്ള മുണ്ടെടുക്കുന്ന മലയാളികളല്ലേ? ഇത് ആ ചാനൽ ഏതാണ്? അതെനിക്ക് മറ്റൊരു ചാനലിൽ വന്നിരുന്നിട്ട് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ പറയാം, ആ ചാനൽ ഏതാണ്? കൈരളി ചാനലിന്റെ റിപ്പോർട്ടറാണ്. കൈരളി ചാനലിൽ മിക്കവാറും അവിടെ ജോലി ചെയ്യുന്നവരാണ്. കേവലം നിഷ്പക്ഷമായിട്ടുള്ള മാധ്യമപ്രവർത്തകർ മാത്രമാണോ? അതൊരു പാർട്ടി ചാനലാണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ആ പാർട്ടി ചാനൽ ഒരു BJP മന്ത്രിയോട് നിഷ്പക്ഷമായിട്ട് സംസാരിക്കണമെന്ന് നമ്മളങ്ങനെ നിഷ്കളങ്കമായിട്ട് വിശ്വസിക്കണോ? ഞാൻ എന്തായാലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് അവിടെ സ്വാഭാവികമായിട്ടുള്ള ചിരിയാണത്. എനിക്കിവിടെ കണ്ടിരുന്നപ്പോൾ ചിരി വന്നു. കാരണം അത് ഒരിക്കലും ഒരു കൈരളി ചാനലിന്റെ ഒരു മാധ്യമപ്രവർത്തകൻ BJP മന്ത്രിയോട് നിഷ്പക്ഷമായിട്ട് ചോദ്യം ചോദിക്കുമെന്നും നിഷ്പക്ഷമായിട്ട് ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുമെന്നും ഞാൻ കരുതില്ല. കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ചോദ്യങ്ങളാണ്, കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ BJP മന്ത്രി ആയിക്കോട്ടെ, MLA ആയിക്കോട്ടെ, ഏതെങ്കിലും സംഘടനാ ചുമതലയുള്ളവരായിക്കോട്ടെ, അവർക്കെതിരെ വാർത്ത കൊടുക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത തേടുന്നവരാണ് ഇവര്. അത് കൈരളി ആയാലും ദേശാഭിമാനി ആണെങ്കിലും ഒക്കെ ചെയ്യുന്ന അങ്ങനെയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇന്ന് മാത്രം നടത്തിയിട്ടുള്ളൂ അല്ല സുരേഷ് ഗോപി ഈ തരത്തിലുള്ള പ്രതികരണം, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള പ്രതികരണം അല്ല, ആക്രോശം ഇത് ആദ്യമായിട്ടല്ല. മുൻപും പല ചാനലുകളോടും പല സ്ഥാപനങ്ങളിലെ മാധ്യമപ്രവർത്തകരോടും സമാനമായി തന്നെ അദ്ദേഹം പ്രതികരിക്കുന്ന കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ മടങ്ങിയെത്താം. ഞാൻ ശ്രീ ജയരാജിലേക്ക് പോവുകയാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. ഹലോ, ശരി, ഞാൻ അങ്ങനെയൊക്കെ മടങ്ങിയെത്താം. ശ്രീ ജയരാജ്, അതായത് ഇവിടെ മറ്റൊരു മാധ്യമത്തിലെ ശ്രീ ജയരാജ്, ഇവിടെ നോക്കൂ, മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നത് നമ്മൾ കുറെ കാലമായി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുന്നത് എല്ലാവരോടും ചോദ്യം ചോദിക്കുന്നുണ്ട്. ചിലർ പൊട്ടിത്തെറിക്കുന്നുണ്ട്, ചിലർ മറ്റു തരത്തിൽ പ്രതികരിക്കുന്ന ആളുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ സിനിമയൊക്കെ പോലെയാണ്. സുരേഷ് ഗോപി ഒരിടത്ത് വന്നൊരു കാര്യം പ്രതികരിച്ച് പോവുകയാണെങ്കിൽ പിന്നീട് അത് ആ തരത്തിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടുന്ന അവസ്ഥയാണ്. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നവും. ഈ മെയിൻ ക്യാരക്ടർ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നമുണ്ട്. സിനിമയിലൊരു കഥാപാത്രമായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ആ സെൻട്രൽ ക്യാരക്ടർ ലൈംലൈറ്റിലോട്ട് വരും. അപ്പോൾ ആ സെൻട്രൽ ക്യാരക്ടർ ലൈംലൈറ്റിൽ വരാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങളുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിൽക്കുമ്പോൾ അത് സിനിമ സെറ്റാണെന്ന് തെറ്റിദ്ധരിക്കുകയും ആ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, കാര്യം ലാർജർ ദാൻ ബിഗ് സ്ക്രീൻ കാണുന്നതാണല്ലോ, ഇത് ലൈംലൈറ്റിൽ കാണുന്നതാണല്ലോ സിനിമ. അപ്പോൾ ആ ഒരു മെയിൻ ക്യാരക്ടർ സിൻഡ്രോം പല ആളുകൾക്കുണ്ട്. അത് സുരേഷ് ഗോപിക്ക് ഇച്ചിരി കൂടുതലുണ്ട്. അത് മാത്രമല്ല, നമ്മളൊക്കെ എന്നോ ഉപേക്ഷിച്ച ഫ്യൂഡലിസത്തിൻ്റെ വിഴുപ്പേറിയ ഭാണ്ഡങ്ങൾ ഇപ്പോഴും ചുമന്നു നടക്കുകയും എന്തെല്ലാം ജൽപ്പനങ്ങളാണ് ഈ അടുത്ത സമയത്ത് അദ്ദേഹം നടത്തിയത്. എൻ്റെ നാട്ടുകാരനാണ്, കൊല്ലക്കാരനാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. വളരെ അപമാനത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തികൾ. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു MP ആണ്, ഒരു കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാന്യത എന്ന് പറഞ്ഞാൽ പോരാ, ഒരു മറ്റുള്ളവരോട്, സഹജീവികളോട് ഒരു ബഹുമാനം, ഒരു അല്പം ബഹുമാനമൊക്കെ ആവാം. ആ ബഹുമാനം പോലും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ തട്ടിക്കയറി സിനിമാ സ്റ്റൈല്, അത് അദ്ദേഹത്തിന് തന്നെ ഇമേജ് നശിപ്പിക്കുന്നതിന് തുല്യമാണ്. വേറെ ആരും ഒന്നും ചെയ്യേണ്ട. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കയർത്തുകൊണ്ട് സംസാരിക്കുക, വിരൽ ചൂണ്ടി സംസാരിക്കുക, അല്ലെങ്കിൽ ഉറക്കെ സംസാരിക്കുക. ഇതിനു മുമ്പ് ഒരു മാധ്യമ പ്രവർത്തകയോട് ഇങ്ങനെ പെരുമാറുന്നു കണ്ടു, അതിനുശേഷം ഇപ്പോൾ പെരുമാറുന്നു. ഒരുപാട് അവസരത്തിലോ അനവസരത്തിലോ, ഇന്നലെ പാർലമെൻറ്റിലെ അദ്ദേഹത്തിൻ്റെ ഇത് കണ്ടില്ലേ, പെർഫോമൻസ് കണ്ടില്ലേ. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഇപ്പോൾ ഇത് ഒരു കാര്യമില്ലാതെ ബ്രിട്ടാസിനെ ഇതിനകത്തോട്ട് വലിച്ചിടുക, അതിൻ്റെ അക്ഷരം മാറ്റുക എന്ന് പറയുക, എത്രമാത്രം ബാലിഷമായിട്ടുള്ള വാദഗതികളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അദ്ദേഹം ആത്മപരിശോധന നടത്തേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം, അങ്ങേർക്ക് ആങ്കർ മാനേജ്മെൻറ്റ് ഇഷ്യൂസോ അല്ലെങ്കിൽ ടെമ്പറമെൻ്റൽ ഇഷ്യൂസോ ഉണ്ടെങ്കിൽ ആരെങ്കിലും കൗൺസിലേഴ്സിനെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണുന്നത് അത്യാവശ്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, അദ്ദേഹം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അല്ലെങ്കിൽ നമുക്ക് മറ്റു വാർത്തകൾ വന്നുകൊണ്ട് സമയക്കുറവ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ശ്യാംരാജിനോട് ഒരു കാര്യം ചോദിച്ചിട്ട് അത് ഒരു വാചകത്തിൽ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുകയും വേണം. അതായത് ഇങ്ങനെ മതിയോ, അതായത് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് BJPക്ക് ഒരു MP ഉണ്ടാകുന്നു, തെരഞ്ഞെടുക്കപ്പെടുന്നു, കേന്ദ്രമന്ത്രിയാകുന്നു, ഇങ്ങനെ മതിയോ അദ്ദേഹം ഈ പിന്തുടരുന്ന രീതി, അതിൽ നിങ്ങൾ സംതൃപ്തരാണോ? നിങ്ങൾ നോക്കൂ, ശ്രീ സുരേഷ് ഗോപി എത്ര വർഷമായിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളോട് സംസാരിക്കുന്നത്, എല്ലാവരോടും സംസാരിക്കുന്നതല്ലേ? എത്ര തവണ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്? അതിൻ്റെ ഉത്തരം നിങ്ങൾ പറയും. അദ്ദേഹം എത്ര നൂറുകണക്കിന് ബൈറ്റുകൾ തന്നിട്ടുണ്ടാവില്ല നിങ്ങൾക്ക്, നൂറുകണക്കിന് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടാവില്ലേ? BJPയിലേക്ക് വരുന്നതിന് മുമ്പും ശേഷവും
എന്താണ് ഈ കാട്ടുന്ന രീതികൾക്കൊന്നും നിങ്ങൾക്ക് BJP കുഴപ്പമില്ല വരുന്നതിന് ശേഷവും എത്രയോ തവണ നിങ്ങളൊക്കെ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. ഈ ബൈറ്റിൽ തന്നെ ഇദ്ദേഹം ഇന്ന് കൊച്ചി എയർപോർട്ടിൽ വെച്ച് നടത്തിയിട്ടുള്ള ഈ മീഡിയ ബൈറ്റിൽ തന്നെ ആദ്യത്തെ ഒരു 6 മിനിറ്റ് അദ്ദേഹം എങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കും കൊമ്പില്ല, നിങ്ങൾക്കും ക്ഷമിക്കുക, കൊമ്പില്ല. എനിക്ക് സമയക്കുറവുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. 6 മിനിറ്റ് നന്നായി സംസാരിച്ച് 7ാമത്തെ മിനിറ്റ് ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് എന്താണ് അർത്ഥം? അതുകൊണ്ട് കാര്യമുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്. എന്നാൽ അങ്ങയുടെ ഉത്തരം മുഴുമിപ്പിക്കാനുള്ള സമയവും നമുക്കില്ല. ഒരുപാട് നന്ദി ശ്രീ ജയരാജ്, ഒപ്പം തന്നെ ശ്യാംരാജ് നമുക്കൊപ്പം പങ്കെടുത്തതിന്.